ഹലോ ഫ്രണ്ട്സ്, ഷാഹി കബീർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2025 റിലീസായ മലയാളം മൂവിയാണ് റോന്ത്. ഇതൊരു ക്രൈം ഡ്രാമ മൂവിയാണ്. ഒരു രാത്രിയിലെ പട്രോളിങ്ങിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ വികസിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് SI യോഹനാനും CPO ദിനാദുമാണ്. SI യോഹനാൻ തുടക്കത്തിൽ നിസ്സംഗനും പ്രായോഗികവാദിയുമായി കാണപ്പെടുന്നു. ഒരു വാഹനാപകടത്തിൽപ്പെട്ട മദ്യപാനിയായ പുരോഹിതനിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നത് പോലും ന്യായീകരിക്കുന്നു. പോലീസ് ജീപ്പിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പണം ലഭിക്കാൻ സമയമെടുക്കുന്നത് കൊണ്ടാണ് ഇതെന്നും ഇത് സിസ്റ്റത്തിനെതിരായ ഒരു വിമർശനമായി അവതരിപ്പിക്കുന്നു. CPO ദിനാദ് ഒരു നീതിമാനായ പോലീസുകാരന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നു. നിയമങ്ങൾ പാലിക്കാനും ശരിയായത് ചെയ്യാനും അവൻ ശ്രമിക്കുന്നു, അത് വെല്ലുവിളിയാണെങ്കിൽ പോലും. മാനസിക അസ്വസ്ഥമുള്ള ഒരാൾ കുട്ടിയെ ബന്ദിയാക്കിയ വീട്ടിലേക്ക് സ്വന്തം ദുരന്തങ്ങൾ ഓർത്ത് വിമുഖത കാണിച്ച ശേഷം ദിനാദ് ധൈര്യപൂർവ്വം പ്രവേശിക്കുന്നു. പിന്നീട് യോഹനാൻ കുട്ടിയെ രക്ഷിക്കാനും അയാളെ കീഴടക്കാനും സഹായിക്കുന്നു. ഇത് യോഹനാന്റെ സ്വഭാവത്തിലെ ഒരു മാറ്റവും ദിനാദിനോടുള്ള വാത്സല്യവും കാണിക്കുന്നു. രാത്രി കൂടുതൽ ആഴത്തിലാകുമ്പോൾ ദിനാദിന്റെ മകൾക്ക് ഗുരുതരമായ അസുഖമാണെന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ വരുന്നു. അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മോശം പെരുമാറ്റമുള്ള ചില പുരുഷന്മാരുമായി അവർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നു. ഇത് വ്യക്തിപരമായ ജീവിതവും ഔദ്യോഗിക ജീവിതവും സന്തുലിതമാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എടുത്തു കാണിക്കുന്നു. ഒളിച്ചോടിയ ജിൻസിക്ക് നവീനുമായി ബന്ധമുണ്ടെന്ന് സിനിമയുടെ ക്ലൈമാക്സിൽ വെളിപ്പെടുത്തുന്നു. ജിൻസിയുടെ സഹോദരന്റെ പങ്കാളിത്തം മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന DYSP ജേക്കബ് നവീന്റെ കൊലപാതകത്തിൽ ദിനാദിനെയും യോഹനാനെയും കുടുക്കുന്നു. ഇത് അവരുടെ തടങ്കലിലേക്കും മാധ്യമങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ദിനാദിന്റെ ദാരുണമായ മരണത്തിലേക്കും നയിക്കുന്നു. ചുരുക്കത്തിൽ റോന്ത് ഒരു പതിയെ വികസിക്കുന്ന ത്രില്ലറാണ്. ഇത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ പോരാട്ടങ്ങളെയും മാറാൻ മടിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ വെല്ലുവിളികൾക്കിടയിൽ കടമകൾ നിർവഹിക്കുന്നതിലെ അവരുടെ പ്രയാസങ്ങളും ചിത്രീകരിക്കുന്നു. ഇതുപോലുള്ള മൂവീസ് ആൻഡ് വൺ ലൈൻ സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.